നിങ്ങൾക്കറിയാം, നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൽ കോർപ്പറേഷൻ്റെ ഒരു മാറ്റം കൊണ്ടുവരാൻ നേരം വൈകി. 45 വർഷമായിട്ടാണ് ലെഫ്റ്റ് ഭരിക്കുന്നത്. പക്ഷേ നമ്മളുടെ നഗരത്വം, നമ്മുടെ ഈ കേരളത്തെ തലസ്ഥാനത്തിൻ്റെ ഒരു പ്രാധാന്യം എല്ലാ ദിവസവും ചുരുങ്ങി വരുന്നു. പല വിധത്തിലും നമ്മൾക്ക് ഓരോരോ ബുദ്ധിമുട്ടുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ നഗരത്തിനെ മെച്ചപ്പെടുത്താനും നന്നാക്കാനുമാണ് എല്ലാവരെയും ആവശ്യം. അവർ പിന്തുണ കൊടുക്കുന്ന എല്ലാവരെയും മനസ്സിൽ ചില ചോദ്യങ്ങൾ എപ്പോഴും ഉണ്ടെങ്കിൽ ആ ചോദ്യങ്ങളെ പൂർത്തിയാക്കാൻ വേണ്ടി സർക്കാർ മുന്നോട്ട് പോട്ടെ. എനിക്ക് ഈ സർക്കാരിന്റെ കേസിൽ ജഡ്ജിമാരുടെ ഒരു തീരുമാനം അവസാനം നമ്മൾ കാത്തിരിക്കേണ്ടത്. അതിനൊന്ന് കാത്തിരിച്ചാൽ പോരെ. നമ്പർ 1 ആണ് ഒന്നാം സ്ഥാനാർത്ഥി, ഒന്നാം പേര് എല്ലാം കുറച്ചുകൂടെ നേരത്തെ പിടിക്കും. കുറച്ചുകൂടി പിടിക്കണം. ഞാൻ വിചാരിച്ചു മുഖത്തിന് ബ്ലോക്ക് ചെയ്യാൻ പാടില്ല. ക്യാമറ താഴോട്ട് കിട്ടൂലേ? നിങ്ങളെല്ലാം ഇവിടെ പറഞ്ഞാൽ സാർ ഇങ്ങോട്ട് സാർ. ശരി, ഓക്കെ ഓക്കെ. നമസ്കാരം. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം അത് തുടക്കം മുതൽ തന്നെ ആവേശത്തോടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വിവിധ ബൂത്തുകളിൽ ആളുകൾ, വോട്ടർമാരൊക്കെ എത്തി വോട്ട് ചെയ്ത് വളരെ പ്രതീക്ഷയോടെയാണ് ഇറങ്ങുന്നത്. LDF തിരികെ വരും, അല്ലെങ്കിൽ LDFന്റെ ഒരു തുടർ ഭരണം എന്നുള്ളതാണ് LDFനെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതേസമയത്ത് യു ഡി എഫിനെ സംബന്ധിച്ച ഒരു തിരിച്ചു വരവ് അത് തന്നെയാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം അടക്കം നിൽക്കുമ്പോൾ ഇത് എങ്ങനെയായിരിക്കും UDFനെ ബാധിക്കുക എന്നുള്ളൊരു ആശങ്കയുണ്ട്. എങ്കിൽ പോലും പൂർണ്ണമായിട്ടുള്ള വിശ്വാസം UDFനും അതുപോലെ തന്നെ BJPക്കും ഏറെ പ്രതീക്ഷയുള്ള ഒരു തിരഞ്ഞെടുപ്പ് തന്നെയാണ് ഇത്തവണത്തേത്. തിരുവനന്തപുരം നഗരസഭയെ എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കണം എന്നുള്ള ലക്ഷ്യത്തിലാണ് BJP. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ വോട്ടെടുപ്പിനിടയിൽ ഇപ്പോൾ ശശി തരൂർ MP മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലടക്കം ഉള്ള മറുപടിയാണ് ഇപ്പോൾ നൽകുന്നത്. എന്തായാലും ശശി തരൂരിന്റെ വാക്കുകളിലേക്ക്. അല്ല, നിങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ നീതുവിൻ്റെ ഒപ്പം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ജനങ്ങളെ കാണാനും വോട്ട് ആവശ്യപ്പെടാനും. നിങ്ങൾക്കറിയാം, നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൽ കോർപ്പറേഷൻ്റെ ഒരു മാറ്റം കൊണ്ടുവരാൻ നേരം വൈകി. 45 വർഷമായിട്ടാണ് ലെഫ്റ്റ് ഭരിക്കുന്നത്. പക്ഷേ നമ്മളുടെ നഗരത്വം, നമ്മുടെ ഈ കേരളത്തെ തലസ്ഥാനത്തിൻ്റെ ഒരു പ്രാധാന്യം എല്ലാ ദിവസവും ചുരുങ്ങി വരുന്നു. പല വിധത്തിലും നമ്മൾക്ക് ഓരോരോ ബുദ്ധിമുട്ടുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവർക്കും അറിയാം, നിങ്ങൾ അനുഭവിക്കുന്നവരാണ്. അതുകൊണ്ട് എനിക്ക് കൂടുതൽ പറയാൻ ആവശ്യമില്ല. പക്ഷെ മഴ പെയ്യുമ്പോൾ ആദ്യം നമുക്കറിയാം പാതകളൊക്കെ കുളയാവുന്നത്. പാതയുടെ സ്ഥിതിയിൽ നമ്മൾ കണ്ടറിയാം. ഡ്രെയിനേജ് ഇല്ല, സാനിറ്റേഷനെ, മാലിന്യം എല്ലാവരുടെയും ഇറങ്ങുന്നു. ഈ സ്ഥിതിയിൽ നമ്മൾക്കൊരു പുതിയ ഭരണം കൊണ്ടുവന്നിട്ട് ഈ നഗരത്തെ നന്നാക്കണം. അതിൽ നീതുവിനെ പോലെ ഒരു യുവ സ്ഥാനാർത്ഥി ഞങ്ങൾക്ക് പ്രാധാന്യമാണ്. അവർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തിച്ചിട്ടുള്ള ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിയ ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് നീതുവിന് വേണ്ടി വോട്ട് ചെയ്യാൻ എനിക്ക് സന്തോഷവും അഭിമാനവും ഉണ്ട്. നമ്മൾക്ക് ഈ നഗരത്തിനെ മെച്ചപ്പെടുത്താനും നന്നാക്കാനുമാണ് എല്ലാവരെയും ആവശ്യം. ഇത്തവണ കുറച്ചധികം പണി കോൺഗ്രസ് UDF എടുത്തിട്ടുണ്ട്. അത് റിസൾട്ടിൽ ഉണ്ടാവുമെന്നാണ്. അതെ, പക്ഷെ അതിൻ്റെ ഒപ്പം അത് റിസൾട്ട് ഉണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ അതിൻ്റെ ഒപ്പം ഞാൻ പറയട്ടെ, ജനങ്ങൾക്ക് പറയണം. ഞാൻ എൻ്റെ അഭ്യർത്ഥന നിങ്ങളൊരു പക്ഷേ കണ്ടിട്ടുണ്ടാവും, കുറേ ആൾക്കാർ കണ്ട ഒരു അഭ്യർത്ഥനമാണ് ഞാൻ ഇറക്കിയത്. ആദ്യം ആൾക്കാരോട് ആവശ്യപ്പെട്ടത് വന്ന് ഇറങ്ങി വോട്ട് ചെയ്യും. ഞാൻ മുമ്പിലത്തെ ഇലക്ഷനിലൊക്കെ 35-40%, 38% ഒക്കെ ടേൺ ഔട്ട് കാണുമ്പോൾ ദുഃഖമേ തോന്നുള്ളൂ. കാരണം നമ്മൾ മിണ്ടാണ്ട് വീട്ടിലിരുന്നാൽ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ നഗരം? നമ്മളുടെ അല്ലേ, നമ്മളല്ലേ ഇവിടെ താമസിക്കുന്നവർ. നമ്മൾ ആ എഫേർട്ട് എടുക്കണം, നമ്മൾ ഇറങ്ങണം, വോട്ട് ചെയ്യണം. അങ്ങനെ നമ്മൾക്ക് നമ്മളുടെ ഭാവിയെ നമ്മുടെ കയ്യിൽ വീണ്ടും എടുക്കാൻ സാധിക്കുന്നത്. അതാണ് എൻ്റെ അഭ്യർത്ഥന. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയട്ടെ, നമ്മൾക്ക് പുതിയ സ്ഥാനാർത്ഥികൾ, യുവ സ്ഥാനാർത്ഥികൾ, പുതുമുഖങ്ങൾ. പക്ഷേ
വെറും മുഖത്തിന്റെ കാര്യം മാത്രമല്ല, അവർ കഴിവും നോക്കി, അവരുടെ അറിവും നോക്കി, അവർ ജനകീയരായ സ്ഥാനാർത്ഥികളായിട്ടാണ് ഞങ്ങൾ അവരെ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ തവണ സാധ്യതകൾ നല്ലതാണ് UDFന്റെ. എന്തായാലും മാറ്റത്തിന് വൈകുന്ന ജനങ്ങളുടെ മനസ്സിൽ നല്ലോണം കയറിയിട്ടുണ്ട്. ഞാൻ പറയട്ടെ, നമുക്ക് ഒരു ജുഡീഷ്യൽ ജഡ്ജ്മെന്റിനെ കുറിച്ച്, ഒരു വിധിയെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് ശരിയല്ല. പലവർക്കും ചോദ്യങ്ങളുണ്ട് ഇതിൽ. ഇങ്ങനെയൊരു ഇൻസിഡന്റ് സംഭവിക്കുമ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മൾ എല്ലാവരും വിക്ടിമിന്റെ ഒപ്പം, സർവൈവറിന്റെ ഒപ്പമാണ് നിൽക്കേണ്ടത്. ഞാനും അവരോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. അതില് ജഡ്ജ് കണ്ടുപിടിച്ച തീരുമാനത്തെ ചോദ്യപ്പെടുത്താൻ നമുക്ക് ആർക്കും അവകാശമില്ല. സർക്കാർ അപ്പീൽ ചെയ്യുന്നുണ്ട്. എപ്പോഴും പറയും ഇംഗ്ലീഷിൽ ജസ്റ്റിസ് വിൽ ടേക്ക് ഇറ്റ്സ് കോഴ്സ്. അതാണ് നമുക്ക് ആവശ്യമുള്ളത്. ന്യായമാണ് വേണ്ടത്. എല്ലാ വിധത്തിലും ഒരു വ്യക്തിക്ക് സംഭവിച്ച വല്ലാത്ത മോശ കാര്യങ്ങൾ നമ്മൾ എല്ലാവർക്കും ഒരു നാണക്കേടാണ്. അതിന് എന്ത് പറ്റിയേ, എങ്ങനെയാണ് ഇത് പറ്റിയത്, ഇതിന്റെ പുറകെ വരവരുണ്ടായിരുന്നു, ഈ ചോദ്യങ്ങൾ ജനങ്ങളുടെ മനസ്സിലുള്ളപ്പോൾ സർക്കാർ അപ്പീൽ ചെയ്യണത് ശരി തന്നെയാണ്. അതിനെക്കാട്ട് കൂടുതൽ എനിക്ക് പറയാനുള്ള അവകാശമില്ല. നമ്മൾ ജഡ്ജിമാർക്കും ജുഡീഷ്യറിക്കും വിട്ടു. സർക്കാരിന് വേറെ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അപ്പീലിന് പോകുന്നതെന്ന് UDFന്റെ കൺവീനറും പാർലമെന്റിൽ താങ്കൾക്കൊപ്പം സഹപ്രവർത്തകനുമായ അടൂർ പ്രകാശ് പറയുന്നു. നോക്കൂ, എന്റെ അഭിപ്രായത്തിൽ നമ്മൾ ഇതിലൊരു സൈഡ് എടുക്കുന്ന പ്രശ്നമല്ല, ന്യായത്തിന്റെ സൈഡിലാണ് നിൽക്കേണ്ടത്. ജസ്റ്റിസ് ഇസ് വാട്ട് മാറ്റേഴ്സ്. അപ്പോ ഈ സർവൈവറിന്റെ വിഷയം നിങ്ങൾ എല്ലാവർക്കും അറിയാം. അവർക്ക് നല്ല ധൈര്യത്തോടെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചതിന് നമുക്ക് സല്യൂട്ട് ചെയ്യണം. കാരണം പല പല കേസുകളിലും ഈ വിഷമങ്ങളും ബുദ്ധിമുട്ടും പ്രഷേഴ്സും ഒക്കെ സംഭവിക്കുമ്പോൾ പല മഹിളകൾ ഇങ്ങനെയുള്ള കേസിനെ മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല. ഇവർ 8 വർഷം ഇനി മുന്നോട്ട് കൊണ്ടുപോയ ശേഷം അവർക്കും അവസാനത്ത് ഒരു ന്യായം കിട്ടി, ജസ്റ്റിസ് കിട്ടിയെന്നൊരു തോന്നലുണ്ടാവും. അതുകൊണ്ട് ആ പ്രോസസ്സ് നടക്കട്ടെ. അഥവാ ഈ ജഡ്ജ്മെന്റ് കറക്റ്റ് ആയിരുന്നുണ്ടെങ്കിൽ ഹൈക്കോടതി തീരുമാനിക്കട്ടെ. നമ്മൾ എന്തിനാണ് ഇവിടെ ഇരുന്നിട്ട് തീരുമാനിക്കണം? നമ്മളുടെ കയ്യിൽ എല്ലാ എവിഡൻസ് ഒന്നും ഇല്ല. അത് നിയമപ്രകാരം ന്യായം വരട്ടെ. അതാണ് ഈ സമൂഹ മാധ്യമങ്ങളിലേക്ക് താങ്കൾക്ക് വീർ സവർക്കർ പുരസ്കാരം കിട്ടി എന്ന ഒരു പോസ്റ്റ്. ഇത് ഞാൻ ആദ്യ തവണയാണ് കേൾക്കുന്നത്. മാധ്യമക്കാരൻ മാത്രമേ കേട്ടിട്ടുള്ളൂ. എനിക്കൊരു പിടുത്തമില്ല ആരാണ് ഈ അവാർഡ് തന്നിരിക്കുന്നത്, ആർക്കാണ് ഇത് കൊടുത്തിരിക്കുന്നത്, ആരുടെ കയ്യിലാണ് കിട്ടേണ്ടത്. ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു അവാർഡ് സ്വീകരിച്ചിട്ടേ ഇല്ല. അത് ആദ്യത്തെ തവണ ഞാൻ കേൾക്കുന്നത്. അതിനെക്കുറിച്ച് കുറച്ച് അന്വേഷിക്കട്ടെ. നമ്മൾ ഇപ്പോഴെന്തായാലും എന്റെ അറിവ് നിങ്ങളാണ് തരുന്നത്. അതുകൊണ്ട് എന്നോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. ഈ അവാർഡിന്റെ പ്രസക്തി എന്താണെന്ന് എനിക്കൊരു പിടുത്തമില്ല. നോക്കൂ, UDF കൺവീനർ പറഞ്ഞ അദ്ദേഹത്തോട് ചോദിച്ചു. ഇതിലൊരു പാർട്ടി ലൈനിലൊരു വിഷയമല്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എല്ലാ വ്യക്തികൾക്കും അവരുടെ അഭിപ്രായം ഉണ്ടാവാം. അതുകൊണ്ട് ഞാൻ എന്റെ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ പറയുന്നില്ല. വോട്ടെടുപ്പ് ദിവസമാണ്. എന്റെ അഭിപ്രായത്തിൽ അഥവാ ഈ മഹിളയുടെ മനസ്സിൽ, അവരെ പിന്തുണ കൊടുക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ ചില ചോദ്യങ്ങൾ എപ്പോഴും ഉണ്ടെങ്കിൽ ആ ചോദ്യങ്ങളെ പൂർത്തിയാക്കാൻ വേണ്ടി സർക്കാർ മുന്നോട്ട് പോട്ടെ. എനിക്ക് ഈ സർക്കാരിന്റെ കേസിൽ ജഡ്ജിമാരുടെ ഒരു തീരുമാനം അവസാനം നമ്മൾ കാത്തിരിക്കേണ്ടത്. അതിനൊന്ന് കാത്തിരിച്ചാൽ പോരെ. അദ്ദേഹത്തെ കോൺഗ്രസിന് പുറത്താക്കിയില്ലേ? അപ്പൊ വേറെ പാർട്ടിയോട് ചോദിച്ച വേറെ കാര്യമുണ്ടോ? ഐ എം നോട്ട് അക്കൗണ്ടന്റ്. എനിക്ക് ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ വല്ലതും പറയുകയോ ചെയ്യുകയോ ചെയ്താൽ നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ. വേറെ വ്യക്തികൾ പറയുന്നത് ചെയ്യുന്നതിനെ കുറിച്ച് എനിക്ക് എങ്ങനെയാണ് ഉത്തരവാദിത്തം ഉണ്ടാവുക? എനിക്ക് വല്ല ബന്ധമുണ്ടോ? ഞാൻ ഈ കാര്യത്തിൽ ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ശരി, താങ്ക് യു വെരി മച്ച്. ഈ ഇലക്ഷൻ നന്നായി പോകും. ഇയാൾക്ക് വേറെ തലയ്ക്ക് ഓളമായിരുന്നു തോന്നുന്നു.